ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ LPUP എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സിലബസിലെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണം എന്ന ടോപ്പിക്കിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണമാണ് നോക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇത് LPSAക്ക് 2022-23 ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇനി ഈ ISRO ഫോം ചെയ്ത വർഷം പ്രധാനപ്പെട്ടതാണ്. 1969 ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ ഇയർ ഓർത്തിരിക്കുക, 1969 ഓഗസ്റ്റ് 15-ആണ്. ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണെന്ന് ഓർത്തിരിക്കുക. 1969 ഓഗസ്റ്റ് 15. ഇനി നമ്മുടെ ഈ ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനാണ്. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. ISROയുടെ ആസ്ഥാനം അറിയപ്പെടുന്ന പേര് അന്തരീക്ഷ ഭവൻ എന്നാണ്. ബംഗളൂരുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1969 ഓഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഫോം ചെയ്തു. അത് അന്തരീക്ഷ ഭവൻ എന്നാണ് ആസ്ഥാനത്തിൻ്റെ പേര്. ബംഗളൂരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1972 വരെ ISRO ആണവോർജ്ജ വകുപ്പിന് കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 1972 വരെ നമ്മുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ആണവോർജ്ജ വകുപ്പിന് കീഴിലായിരുന്നു. ഇനി അതിനുശേഷം ആണവോർജ്ജ വകുപ്പിൽ നിന്ന് മാറി അത് ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലേക്ക് മാറി. അതും 1972 സെപ്റ്റംബറിലാണ് ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലേക്ക് മാറിയത്. അതുപോലെ ISRO സാറ്റലൈറ്റ് സെൻറ്റർ സ്ഥാപിച്ച വർഷവും 1972-ആണ്. അപ്പോൾ 72 വരെ ആണവോർജ്ജ വകുപ്പിൻ്റെ അണ്ടറിലായിരുന്നു. ശേഷം അത് ബഹിരാകാശ വകുപ്പിൻ്റെ കീഴിലേക്ക് മാറി. അതേ വർഷം തന്നെ 1972 തന്നെ ISRO അതിൻ്റെ സാറ്റലൈറ്റ് സെൻറ്റർ രൂപീകരിക്കുകയും ചെയ്തു. ഇനി ISROയുടെ ലോഗോയുടെ നിറം ചോദിച്ചിട്ടുണ്ട്. ലോഗോയിൽ കാണിക്കുന്ന നിറം ഓറഞ്ചും നീലയുമാണ്. അത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ISROയുടെ ലോഗോയിലെ നിറങ്ങൾ ഓറഞ്ചും നീലയുമാണ്. ഇനി ISRO ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്ന ഓർത്തിരിക്കുക, ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ISRO ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ: ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെ ആസ്ഥാനം ബംഗളൂരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. 1969 ഓഗസ്റ്റ് 15-ന് ഫോം ചെയ്തു. ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പേര് ഓർത്തിരിക്കുക, അന്തരീക്ഷ ഭവൻ. അതുപോലെ തന്നെ ലോഗോയിലെ നിറം ഓറഞ്ച്, നീല തുടങ്ങിയവയാണ്. ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവ് ആര്? ഇത് UPSC 2022 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയാണ്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയാണ്. അപ്പോൾ വിക്രം സാരാഭായിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായിയാണ്. ഇദ്ദേഹം തന്നെയായിരുന്നു ISROയുടെ ആദ്യത്തെ ചെയർമാൻ. 1969 ഓഗസ്റ്റ് 15-ന് ISRO സ്ഥാപിതമാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. ഇനി ഈ വിക്രം സാരാഭായിയുടെ ജന്മദേശം ഒന്ന് ഓർത്തിരിക്കുക, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അപ്പോൾ ISROയുടെ ആദ്യത്തെ ചെയർമാൻ അദ്ദേഹമാണ്, വിക്രം സാരാഭായിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വിക്രം സാരാഭായിയാണ്. അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത് 1966-ലാണ്. വിക്രം സാരാഭായിക്ക് പത്മഭൂഷൺ ലഭിച്ചത് 1966. അതുപോലെ തന്നെ നമ്മുടെ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അതുപോലെ അഹമ്മദാബാദിലെ ഉപഗ്രഹ ഗവേഷണ കേന്ദ്രം, അതിൻ്റെയൊക്കെ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് വിക്രം സാരാഭായിയാണ്. അതിൻ്റെയൊക്കെ ശില്പി എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായിയാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അതുപോലെ അഹമ്മദാബാദിലെ ഉപഗ്രഹ ഗവേഷണ കേന്ദ്രം, ഇവയുടെ എല്ലാം ശില്പിയായിട്ട് കരുതുന്ന ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം, ഇത് UPSC 2010 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം അത് ആര്യഭട്ടയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. അപ്പോൾ ആര്യഭട്ട വിക്ഷേപിച്ച ഡേറ്റ് ഓർത്തിരിക്കേണ്ടതാണ്. 1975 ഏപ്രിൽ 19-നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. 1975 ഏപ്രിൽ 19-ാം തീയതിയാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിരുന്നു ആര്യഭട്ട. 1975 ഏപ്രിൽ 19-ന് സോവിയറ്റ് യൂണിയൻ്റെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു വിക്ഷേപണം നടന്നത്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം C1 ഇൻ്റർ കോസ്മോസ് ആണ്. C1 ഇൻ്റർ കോസ്മോസ് ആണ് ആര്യഭട്ടയുടെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. C1 ഇൻ്റർ കോസ്മോസ് ആണ്.
ഇനി ആര്യഭട്ട വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് സതീഷ് ധവാൻ ആയിരുന്നു. സതീഷ് ധവാനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അപ്പോൾ നമ്മളിതിന് മുമ്പേ പറഞ്ഞത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അത് UPSC 2005 ചോദിച്ചാണ്, കുറച്ച് പഴയ ക്വസ്റ്റനാണ്. സ്പുട്നിക് 1 ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അപ്പോൾ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് റഷ്യയാണെന്നറിയാമല്ലോ. അപ്പോൾ സ്പുട്നിക് 1 ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അത് വിക്ഷേപിച്ച രാജ്യം റഷ്യയാണ്. ഇനി 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര്. ഇത് LPSC 2020 ചോദിച്ചൊരു ചോദ്യമായിരുന്നു. 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി എന്ന് പറയുന്നത് ഗഗൻയാൻ ആയിരുന്നു. ഗഗൻയാനെ കുറിച്ച് ഒരുപാട് PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷൻ എന്ന് പറയുന്നത് ഗഗൻയാനാണ്. അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് റഷ്യ, ചൈന, അമേരിക്ക തുടങ്ങിയവയാണ്. അതുപോലെ ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. GSLV Mk3 ആണ്. LMV3 എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV Mk3 ആണ്. LMV3 എന്നും ചിലയിടത്ത് കാണാറുണ്ട്. അപ്പോൾ ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV Mk3 ആണ്, അല്ലെങ്കിൽ LMV3 എന്നും പറയുന്നു. ഈ ഗഗൻയാൻ്റെ ദൗത്യത്തിൽ നമ്മുടെ ഇന്ത്യനെ സഹായിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസും റഷ്യയുമാണ്. ഗഗൻയാൻ ദൗത്യത്തിൽ ഇന്ത്യക്ക് ബാക്കി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഫ്രാൻസും റഷ്യയും ചേർന്നിട്ടാണ്. അതുപോലെ ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ R ഹട്ടൻ ആണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ R ഹട്ടൻ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷനാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം GSLV Mk3 ആണ്. LMV3 എന്നും അറിയപ്പെടുന്നു. ഈ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ R ഹട്ടൻ ആണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടർ. അതുപോലെ തന്നെ ഈ ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ISRO രൂപീകരിച്ച ഒരു പുതിയ സ്ഥാപനം കൂടിയുണ്ട്. അതാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ. അത് ബംഗളൂരുവിലാണ് അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഗഗൻയാൻ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ISRO രൂപീകരിച്ച പുതിയ സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ HSFC എന്നറിയപ്പെടുന്നു. ബംഗളൂരുവാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ S ഉണ്ണികൃഷ്ണനാണ്. HSFCയുടെ ആദ്യത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് S ഉണ്ണികൃഷ്ണൻ നായരാണ്. HSFCയുടെ ആദ്യത്തെ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട PSC മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് അത് വ്യോമമിത്രയാണ്. PSC ഒന്നിലധികം തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്ക് മുമ്പ് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമമിത്ര. അപ്പോൾ ഈ വ്യോമമിത്ര വികസിപ്പിച്ചത്, വ്യോമമിത്ര എന്ന് പറയുന്ന റോബോട്ടാണ്, ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇന്ത്യൻ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമാകുന്ന വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ചത് ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റാണ്. വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്തുള്ള ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റാണ്. വട്ടിയൂർക്കാവ് തിരുവനന്തപുരം. അവരാണ് ഈ വ്യോമമിത്രനെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗഗൻയാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗഗൻയാൻ ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷനാണ്. ഇതുമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസും റഷ്യയുമാണെന്ന് പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ വിക്ഷേപണ വാഹനം GSLV Mk3 ആണ്, അല്ലെങ്കിൽ LMV3 എന്നും പറയുന്നു. ഇതിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ R ഹട്ടൻ ആണ്. ഈ ഗഗൻയാൻ പദ്ധതിയുമായിട്ട് അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ച പുതിയ സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ നമ്മൾ പറഞ്ഞു S ഉണ്ണികൃഷ്ണൻ നായരാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വ്യോമമിത്രനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടായിരുന്നു വ്യോമമിത്ര. ഈ വ്യോമമിത്രയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനം ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റാണ്. വട്ടിയൂർക്കാവ് തിരുവനന്തപുരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യ PSLV C-51 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റേതാണ്? ഇത് UPSC 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ആമസോണിയ 1ൻ്റെ വിക്ഷേപണ വാഹനം ഓർത്തിരിക്കേണ്ടതാണ്. അത് PSLV C-51 ആണ്. PSLV C-51 ആണ് ആമസോണിയ 1ൻ്റെ വിക്ഷേപണ വാഹനം. ഇത് ഏത് രാജ്യത്തിൻ്റേതാണെന്നാണ് ചോദിച്ചത്. ബ്രസീലിൻ്റേതാണ്. അപ്പോൾ ആമസോണിയ 1 ബ്രസീലിൻ്റേതാണ്.
ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ബ്രസീലിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1ൻ്റെയും മറ്റ് 18 ഉപഗ്രഹങ്ങളുടെയും വിക്ഷേപണം അതുമായിട്ട് ബന്ധപ്പെട്ട ISRO ഇവയെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് 2021 ഫെബ്രുവരി 28-നാണ്. അതായത് ഈ ആമസോണിയ 1നോടൊപ്പം മറ്റ് 18 ഉപഗ്രഹങ്ങളെ കൂടെ ഈ കൂട്ടത്തിൽ നമ്മുടെ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചിരുന്നു. ഈ ഉപഗ്രഹങ്ങളെയൊക്കെ ഭ്രമണപഥത്തിൽ എത്തിച്ച ഡേറ്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക, 2021 ഫെബ്രുവരി 28 ഇതിൻ്റെ വിക്ഷേപണ വാഹനം നമ്മൾ പറഞ്ഞു PSLV C-51 ആണ്. ഈ ഒരു ദൗത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഈ പതിപ്പും 25,000 ഇന്ത്യൻ പൗരന്മാരുടെ പേരും സഹിതമാണ് സതീഷ് ധവാൻ സാറ്റ് ഇതിനോടൊപ്പം അയച്ചത്. അപ്പോൾ ഈ ഒരു ആമസോണിയ 1നോടൊപ്പം നമ്മുടെ രാജ്യത്തു നിന്നുള്ള കുറച്ച് ഉപഗ്രഹങ്ങളൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഈ പതിപ്പും 25,000 ഇന്ത്യൻ പൗരന്മാരുടെ പേരും സഹിതം സതീഷ് ധവാൻ സാറ്റും ഇതോടൊപ്പം തന്നെ വിക്ഷേപിച്ചിരുന്നു. അതുപോലെ സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ ഒരു ഉപഗ്രഹവും, അതാണ് സതീഷ് ധവാൻ സാറ്റ് SD സാറ്റ് എന്ന് പറയുന്നത്. സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു SD സാറ്റ്, സതീഷ് ധവാൻ സാറ്റ് എന്ന് പറയുന്നത്. അതിനകത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഈ പതിപ്പും 25,000-ഓളം ഇന്ത്യൻ പൗരന്മാരുടെ പേരും അടക്കം സതീഷ് ധവാൻ സാറ്റ് കൂടി ഇതോടൊപ്പം വിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്